തിരികെ വാർത്തകളിലേക്ക്. യുക്രൈനിലെ ഡൊണസ്കിൽ റഷ്യൻ ആക്രമണത്തിൽ 20 പേർ കൊല്ലപ്പെടുകയും 30 പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു. യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഉപരോധവും അധിക താരിഫ് ചുമത്തുന്നതും ഉൾപ്പെടെ ആലോചിക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ആക്രമണം. നേരത്തെ യുക്രൈന് സൈനിക സഹായവും ഇന്റലിജൻസ് വിവരങ്ങളും കൈമാറുന്നതും അമേരിക്ക തടഞ്ഞിരുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, വിവരങ്ങൾ. കൃഷ്ണപ്രിയ, തീർച്ചയായും 20ഓളം പേരുടെ ഒരു മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അറിയാവുന്നതാണ് ഡോൺസക്കിലും അതുപോലെ തന്നെ ഖർക്കീവിലുമാണ് കാര്യമായ ആക്രമണം നടന്നത്. യുക്രൈൻ്റെ വിവിധ ഇടങ്ങളിൽ വ്യാപകമായ ആക്രമണം നടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. റഷ്യയുടെ ശക്തമായ ആക്രമണത്തിൽ 20ഓളം പേർ മരിച്ചു. അതായത് ഓരോ നിമിഷവും മരണസംഖ്യ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. കൂടുതൽ പേരുടെ മരണം ഇനിയും റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി പേർക്ക് 50ലേറെ പേർക്ക് പരിക്കേറ്റു എന്നുള്ള കണക്കുകളാണ് വരുന്നതെങ്കിലും അതിലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന സൂചനകളെല്ലാം തന്നെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഇന്നലെയാണ് ഇത് സംബന്ധിച്ച്, അതായത് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് റഷ്യയെ സംബന്ധിച്ച ചില കർശനമായ നീക്കങ്ങളുണ്ടായത്. റഷ്യയെ സംബന്ധിച്ച് റഷ്യയ്ക്ക് എതിരെ ഉപരോധവും അതുപോലെ തന്നെ അധിക താരിഫ് ചുമത്തുന്നതിനുൾപ്പെടെയുള്ള നീക്കങ്ങൾ നടത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ ആക്രമണം നടന്നതെന്നാണ് ഏറെ ഗൗരവമുള്ളൊരു വിഷയം. ട്രംപ് ഈ പ്രഖ്യാപനം നടത്തുന്നത്, ഇത് സംബന്ധിച്ചൊരു പ്രഖ്യാപനം ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഇന്നലെ ഉണ്ടാവുകയും ചെയ്യുന്നത്, അതായത് യുദ്ധത്തിലേക്ക് യുക്രൈനെ തള്ളിവിടുന്ന ഒരു സാഹചര്യം ഒരുക്കുന്നത് റഷ്യയാണ് എന്നൊരു നിലപാടാണ് ട്രംപ് പങ്കുവച്ചത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, യുക്രൈനുമായുള്ള ചർച്ചകൾ സൗദി അറേബ്യയിൽ ആരംഭിക്കാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് റഷ്യക്കെതിരെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയില്ലെങ്കിൽ ഉപരോധം ഉൾപ്പെടെ, അത് നേരത്തെ തന്നെ പറഞ്ഞിരുന്ന ഏതാണ്ട് രണ്ടാഴ്ച മുമ്പ് തന്നെ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ചില നിലപാടുകൾ പുറത്തു വരികയും ചെയ്തിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാനുള്ളൊരു നീക്കം റഷ്യൻ പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്ന്, പുടിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്ത സാഹചര്യമുണ്ടെങ്കിൽ കർശനമായ നടപടികളുണ്ടാകും, ഉപരോധം ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന ഒരു നിലപാട് പ്രസിഡന്റ് പറഞ്ഞിരുന്നു. അത് നടപ്പാക്കുമെന്ന് വീണ്ടും ആവർത്തിക്കുകയും യുക്രൈനുമായുള്ള പ്രശ്നങ്ങൾ, അതായത് സെലൻസ്കി അവിടെ എത്തിയിട്ടുണ്ടായ പ്രശ്നങ്ങളെല്ലാം തന്നെ ഒരുവിധം പരിഹരിക്കുകയും ചെയ്തൊരു പശ്ചാത്തലത്തിൽ കർശനമായ നടപടികൾ, ഉപരോധവും അതുപോലെ തന്നെ അധിക താരിഫ് ഉൾപ്പെടെ ചുമത്തുന്ന സംവിധാനങ്ങളെല്ലാം തന്നെ നടപ്പാക്കുമെന്ന് ട്രംപ് കൃത്യമായി പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഈ ആക്രമണം നടന്നതെന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. ശരി.